പൂജപ്പുര ഉണ്ണി റെസിഡൻസ് അസോസിയേഷൻ കലാസാഹിത്യവേദി വായനാ ദിനം ആചരിച്ചു. എഴുത്തുകാരി KA ബീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവയിത്രി ഹേമ സാത്വി മുഖ്യപ്രഭാഷണം നടത്തി. കലാസാഹിത്യവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിശ്വംഭരൻ അധ്യക്ഷനായ പരിപാടിയിൽ പുര പ്രസിഡന്റ് G രാധാകൃഷ്ണൻ, സെക്രട്ടറി BS അനിൽപ്രസാദ് എന്നിവർ സംസാരിച്ചു. കലാസാഹിത്യവേദി സെക്രട്ടറി നൈജ S നായർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അജിത് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാവേദി അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. പുതിയ കാലത്ത് നമ്മുടെ ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വായനയെല്ലാം കഴിഞ്ഞു, ഇനി പിള്ളേരെല്ലാവരും പുതിയ തലമുറയൊന്നും വായിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത് വായനയെ അല്ലെങ്കിൽ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ ഒരു കാലത്തിൽ കൂടിയാണ് ഇപ്പോൾ മലയാള ഭാഷ കടന്നു പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ടൊരു പുസ്തകം 2.5 ലക്ഷം കോപ്പി വിൽക്കുന്ന തരത്തിൽ വായന പുതിയ തലമുറ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം റീല് കൊണ്ടാകാം, അല്ലെങ്കിൽ പുതിയ കാലത്തെ കാര്യങ്ങൾ പറയുന്ന പുസ്തകങ്ങളായിട്ടാണ്. നമുക്കതന്നെ അറിയാം, സമീപ ഭാവിയിൽ 2 പുസ്തകങ്ങൾ വളരെയേറെ പുതിയ ജനറേഷൻ വായിക്കുകയും വിൽക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു വായനയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു നല്ല കാലത്തിൽ കൂടി കടന്നു പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണ്ട് കാലത്ത് നിൽക്കുമ്പോൾ വായന ഇതിനൊക്കെയുള്ള സംസാരത്തിനൊക്കെ പോകുമ്പോൾ തോന്നിയിരുന്ന ഒരു അരക്ഷിതത്വം ഇല്ലാതെയാണ് ഇപ്പോൾ എഴുത്തുകാരെല്ലാവരും നന്നായി എഴുതിയാൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതിയാൽ വിൽക്കപ്പെടും എന്നുള്ള ഒരു മാറ്റത്തിലേക്ക്, പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞതിന് ശേഷം, കോവിഡ് കാലം അത് കഴിഞ്ഞതിന് ശേഷം വായനയും എഴുത്തുമൊക്കെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ ഞാൻ ഹേമയോട് പറയുകയാണ്, എല്ലാ കാലത്തും വായിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറയും, സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ 1-2 പേര് മാത്രമേ അന്നും വായിക്കുന്നുള്ളൂ. ഇന്നും അത്രയൊക്കെ ആൾക്കാർ വായിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അത്രയൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും വായിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സമൂഹം മുഴുവൻ വായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വായനയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മളുടെ ഒരു കൂട്ടുചേരാനുള്ള മലയാളിയുടെ ഒരു കഴിവിനെ കുറിച്ചാണ്. നമ്മുടെ വായനശാലകൾ കേരളം എന്നും പടർന്നു കിടക്കുന്ന, അതിനൊരു വലിയ സാറിൻ്റെ ഒരു വലിയ വിഷനറി എന്ന് പറയുന്നത്, ദീർഘവീക്ഷണത്തോടു കൂടിയൊരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ വായനശാലകൾ നമ്മുടെ വായന സംസ്കാരത്തെയും അതുവഴി മറ്റു നാട്ടിലെങ്ങുമില്ലാത്ത, ഇപ്പം നമുക്കറിയാമല്ലോ, വെള്ളപ്പൊക്കം വന്നാലും കോവിഡ് വന്നാലൊക്കെ മനുഷ്യത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ദുബായിൽ വെള്ളപ്പൊക്കം വന്നപ്പോഴും പറഞ്ഞു അവിടെയുള്ള ആൾക്കാർ പോലും അന്തം വിട്ടു പോകുന്ന തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുമായിട്ടുണ്ടായിരുന്ന നമ്മളുടെ മലയാളികളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മലയാളിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെ ദോഷം പറഞ്ഞാലും വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ വായനയുടെയും ആ വായന വഴി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംസ്കാരത്തിൻ്റെയും സാന്നിധ്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വായന അല്ലെങ്കിൽ എഴുത്ത് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ കാലം മുതൽ തന്നെ വായനയിലേക്ക് വന്ന ആളാണ് ഞാൻ. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വായിക്കുന്ന, അന്ന് പുസ്തകങ്ങൾ, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്കൊക്കെ പുസ്തകം വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. പക്ഷെ അന്നത്തെ ഞാനിപ്പോൾ എൻ്റെ 60 വയസ്സ് കഴിഞ്ഞ്, ഞാനിപ്പോൾ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന കാലത്ത് നമ്മുടെ വീടുകളിൽ പുസ്തകങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ഇന്നത്തെ പോലെ പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷിക്കുക അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. ആകെയുള്ളത് ലൈബ്രറികൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിനടുത്ത് പേരൂർക്കട ഒരു ബാപ്പുജി വായനശാലയും കൊടപ്പനക്കുന്നിലൊരു VP തമ്പി വായനശാലയും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള പുസ്തകങ്ങളിലാണ് നമ്മുടെ വീട്ടിൽ ഞാൻ വായിച്ച് വളർന്നത് ചെറിയ കാലത്താവുമ്പോഴേക്കും. പിന്നെ വളരെ അടുത്ത് ചെറിയ ആരുടെയെങ്കിലുമൊക്കെ 1-2 പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലെ വളരെ അപൂർവം പുസ്തകങ്ങളൊക്കെ വായിച്ച്. പക്ഷേ ഈ ലൈബ്രറികളിൽ ചെല്ലുമ്പോൾ അന്ന് കുട്ടികൾക്കായിട്ട് ഇന്നത്തെ പോലത്തെ പ്രത്യേക പുസ്തകങ്ങളൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് വളരുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ വായിച്ച് വളർന്നതിനിടയ്ക്കാണ് കുട്ടികളുടെ ഒരു സംഘടനയുമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതും. 13ാമത്തെ വയസ്സിൽ എനിക്ക് സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത ഒരു കുട്ടികളുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ക്യാമ്പിൽ പോയി മോസ്കോയിലെ, ഇന്ന് നമുക്കറിയാം ഉക്രൈനിലെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഉക്രൈനിലെ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആർട്ടിക് ക്യാമ്പിൽ പോകാൻ കഴിയുകയും അവിടെ നിന്ന് തിരിച്ച് അവിടുത്തെ ഒരു 1.5 മാസം മോസ്കോയിലും അവിടെയും താമസിച്ച് തിരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കോട്ടൺ ഹിൽ സ്കൂളിലെ അസംബ്ലിയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ടീച്ചേഴ്സും കുട്ടികളൊക്കെ എന്നോട് പറയാൻ തുടങ്ങി, ഇതൊക്കെ ഒന്ന് എഴുതി എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചാൽ ഞങ്ങൾക്ക് വായിക്കാമല്ലോ എന്ന്. അങ്ങനെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 10 ലക്കങ്ങളായിട്ട് എൻ്റെ ആദ്യത്തെ യാത്രാ വിവരണം വരുന്നത്, ബീന കണ്ട റഷ്യ എന്നുള്ളത്. 10ാം ക്ലാസ് ചാനൽ കണ്ടില്ല എങ്കിലും കുറച്ച് ലേഖനങ്ങളും ഒക്കെ വായിച്ചു. പുസ്തകങ്ങൾ കുറച്ച് വായിച്ചു വരുന്നതേ ഉള്ളൂ.
ഇനി കൂടുതൽ അറിയാൻ ഒരു വലിയ പ്രപഞ്ചം തന്നെ അക്ഷരം പഠിക്കണം, അമ്മയെന്നെഴുതണം, അമ്മ കരുതി വെച്ച കൊച്ചു പുസ്തകം പഠിക്കണം.